19-ാം വയസ്സിൽ 7 മണിക്കൂർ വിമാനം പറത്തി മലപ്പുറം പുൽപ്പറ്റ സ്വദേശി മറിയം ജുമാന. പൈലറ്റ് ട്രെയിനിംഗ് വിദ്യാർത്ഥിയായ മറിയം ജുമാന പഠനത്തിന്റെ ഭാഗമായാണ് ചെറിയ പ്രായത്തിൽ തന്നെ കഴിവ് തെളിയിച്ചത്. വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നേറുന്ന ജുമാനയുടെ യാത്ര ആർക്കും പ്രചോദനമാണ്. ആ കഥ മലപ്പുറത്ത് നിന്ന് മുബഷിർ പി അക്ബർ പറഞ്ഞുതരും. ചെറിയ പ്രായത്തിൽ തന്നെ സ്വപ്നങ്ങൾ കീഴടക്കി പ്രചോദനമായിക്കൊണ്ടിരിക്കുന്ന മലപ്പുറത്തെ ഒരു മിടുക്കി എനിക്കൊപ്പമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം മുറയൂർ സ്വദേശിയായിട്ടുള്ള മറിയം ജുമാനയുടെ വീട്ടിലാണ്. 19 വയസ്സുള്ള മറിയം ജുമാന ഫ്ലൈ ചെയ്ത്, അതായത് പറപ്പിച്ച ഒരു വിമാനത്തിന്റെ ദൃശ്യങ്ങൾ, അതിൽ നിന്നും ഇറങ്ങി വരുന്ന മറിയം ജുമാനയുടെ ദൃശ്യങ്ങളായിരുന്നു വൈറലായിരുന്നത്. മലപ്പുറത്തെ ഒരു 19-കാരി വിമാനം പറത്തിയത് വലിയ രീതിയിൽ പ്രചോദനം ഉൾക്കൊണ്ട് വലിയ അഭിനന്ദനങ്ങൾ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ആ സംഭവം? പൈലറ്റ് ട്രെയിനിയാണോ ഇപ്പോൾ ട്രെയിനി പൈലറ്റാണ്. ഇപ്പോൾ സ്റ്റുഡൻറ്റ് പൈലറ്റ് ലൈസൻസ് കിട്ടിയിട്ടാണ്. ഇനി അടുത്തത് CPL-ലോട്ടാണ്, കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസിലോട്ട്. ഇനിയും കുറേ പറക്കാനുണ്ട്. ആകെ 7 മണിക്കൂറേ ആയിട്ടുള്ളൂ. ഇപ്പം ഞാൻ +2 കഴിഞ്ഞ് തിയറി അക്കാദമി ജോയിൻ ചെയ്തു. തിയറി 6 മാസത്തെ കോഴ്സായിരുന്നു. പിന്നെ സബ്ജക്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തു. അതിനുശേഷം ഫ്ലൈ സ്കൂളിൽ ജോയിൻ ചെയ്തു. ഇപ്പം മഹാരാഷ്ട്രയിൽ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അതെന്നായിരുന്നു ആ വിഷ്വൽ വന്നത്? ആ സംഭവം എന്നായിരുന്നു? അത് എൻ്റെ ഫസ്റ്റ് ഫ്ലൈയിങ് ആയിരുന്നു. അപ്പം എയർ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു വീഡിയോ ആണത്. നാട്ടിലെവിടെ പഠിച്ചത്? എങ്ങനെയാ ഒരു പൈലറ്റ് ആവണമെന്ന ആഗ്രഹത്തിലേക്ക് എങ്ങനെ എത്തുന്നത്? ഞാൻ 10ാം ക്ലാസ്സും +1 +2 ഒക്കെ ക്രസൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒഴുകൂരിലാണ് പഠിച്ചത്. അപ്പം എനിക്ക് 10ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയൊരു ആഗ്രഹമാണ്. പിന്നെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് എയർപോർട്ട്. പിന്നെ അത് എന്താ അറിയില്ല, പ്രത്യേകിച്ച് എനിക്ക് ആകാശം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു പ്രകൃതി കണ്ടിട്ട് ഒരു ജോലി ചെയ്യാനാണ് ഒരു താല്പര്യം. പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ജോബ്സ് ഒന്നും എനിക്കിഷ്ടമില്ല. അപ്പം അങ്ങനെയൊക്കെ നോക്കിയപ്പം പൈലറ്റ് നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. അപ്പം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത്, നമ്മളിപ്പം കഴിയുന്ന നമുക്ക് എങ്ങനെയാണോ സാധിക്കുന്നത് അങ്ങനെ ആ ഒരു വിധത്തിൽ നമ്മൾ പഠിച്ച് കാണിച്ചു കൊടുക്കുക പാരൻസിന്. എന്നാലേ പാരൻസ് പിന്നെ സപ്പോർട്ടായി വരുള്ളൂ. പേടിയുണ്ട്. എന്താ വെച്ചാൽ ഞങ്ങളൊരു ഉസ്താദ് കുടുംബത്തിൽപ്പെട്ട അംഗങ്ങളായതുകൊണ്ടിട്ട് ഇത് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ഒരു പേടിയുണ്ട്. ചില ആളുകൾക്കൊന്നും ഇഷ്ടപ്പെടൂലല്ലോ. അപ്പോൾ നമുക്ക് പല വിമർശനങ്ങളും വരും. അപ്പോൾ ആ ഒരു പേടിയൊക്കെ ഉണ്ടായിട്ടാണ് നമ്മൾ ഇതുവരെ ആരോടും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ CPL എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷമൊക്കെ ആളുകൾ അറിഞ്ഞാൽ മതി എന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അതെല്ലാം എല്ലാവരും അറിഞ്ഞുപോയി. മോളാ നിലയിൽ തന്നെ ഒരു വലിയ പൈലറ്റായി മാറും എന്നുള്ളൊരു ഉറച്ച പ്രതീക്ഷയുണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ട്. തുടർ പഠനം പ്രോത്സാഹിപ്പിക്കാൻ എനിക്ക് വളരെ ഇഷ്ടം തന്നെയാണെങ്കിലും ഈ ഒരു മേഖല സാമ്പത്തിക ചെലവ് വർദ്ധിക്കുന്നതിനാൽ ഒരാശങ്ക എനിക്കുണ്ടായിരുന്നു. പിന്നെ ഉമ്മായുടെ അതീവ താല്പര്യവും സപ്പോർട്ടും ഞാനും അതിന് ഒത്തുപോകേണ്ടി വന്നു. അങ്ങനെ ഞാനും അത് പിന്തുണച്ചു. ഒരു നൂതന വിദ്യാഭ്യാസ സംരംഭം എന്ന നിലക്ക് അൽഹംദുലില്ലാഹ് പൊതുവിൽ ഇന്ന് എല്ലാ വിദ്യാർത്ഥികൾക്കും വലിയൊരു താല്പര്യമായിട്ട് ഈ മേഖലയെ കാണുന്നുണ്ട്. പരമാവധി പഠിപ്പിക്കണം എന്ന പൊതു താല്പര്യമാണ് എനിക്കുള്ളത്. അപ്പോൾ ഒരു നൂതന വിദ്യാഭ്യാസ സംരംഭം, നൂതന ജോബ് എന്ന നിലയിൽ മോള് ഈ രൂപത്തിലൊക്കെ എത്തിപ്പെട്ടതിൽ അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമുണ്ട്. എല്ലാവിധ ആശംസകളും നേരുകയാണ് ജുമാനക്കും അതുപോലെ തന്നെ കുടുംബത്തിനും. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അറുളായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ മലപ്പുറം. ഇങ്ങനെയുള്ള പെൺകുട്ടികളാണ് നമുക്കൊക്കെ ഒരു പ്രചോദനമാകുന്നത് അല്ലേ? അപ്പോൾ ആശംസകൾ ഇനിയും ഉയരത്തിലേക്ക് പറക്കട്ടെ.